വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ 24 ടൈം ട്രാവൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തുള്ള KSRTC സ്വിഫ്റ്റ് ബസ്സുകളുടെ ടെർമിനലിനടുത്തായിട്ടാണ്. സ്വിഫ്റ്റിൻ്റേതായിട്ട് പുറത്തിറങ്ങിയ പുതിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ കാഴ്ചകളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ കിടക്കുന്നതാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ പ്രകാശ് മോഡൽ സ്വിഫ്റ്റ് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്. ഇതൊരു അശോക് ലൈലാൻഡ് എഞ്ചിൻ വണ്ടിയാണ്. ഇപ്പോൾ ലൈലാൻഡ് അമ്പലത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ഓറഞ്ച് വെള്ള നിറത്തിൽ സൂപ്പർ ഫാസ്റ്റ് എന്നൊരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ BS6 മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഹെഡ്ലൈറ്റ് പോർഷൻ. ഒരു നോർമൽ ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് പ്രകാശ് ബാഡ്ജിങ് കാണാം. ബസ്സിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് സ്വിഫ്റ്റിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. വലതു ഭാഗത്തായിട്ട് KSRTCയുടെ ഒരു എംബ്ലവും വെച്ചിട്ടുണ്ട്. LED ഡിസ്പ്ലേക്ക് തൊട്ട് മുകളിലായിട്ട് KSRTC സ്വിഫ്റ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്നൊരു റൈറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ ഡോർ പോർഷനിലേക്ക് നോക്കുമ്പോൾ സ്വിഫ്റ്റിൻ്റേതായിട്ടുള്ള ഒരു വലിയ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ KSRTC സൂപ്പർ ഫാസ്റ്റിൻ്റെ ആ ഒരു പെയിൻറ്റിങ്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് സ്വിഫ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ഓറഞ്ച് ലൈന് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. സെയിം സൂപ്പർ ഫാസ്റ്റുകളുടെ പോലെ തന്നെ 2 ഡോറ് വരുന്നുണ്ട്. 2 ഡോറും ഫുൾ ഓട്ടോമാറ്റിക് ഡോറാണ്. പിന്നെ ഈ ഒരു ബസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 മീറ്ററാണ് വരുന്നത്. ഇപ്പോൾ സാധാരണയുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളെ അപേക്ഷിച്ച് സീറ്റിംഗ് കപ്പാസിറ്റി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് കൂടുതലാണ്. 55 സീറ്റാണ് ഈ ഒരു ബസ്സിൽ വരുന്നത്. ഈ കാണുന്നത് ടൂൾ ബോക്സിൻ്റെ ഭാഗമാണ്. ഏറ്റവും പുറകുവശത്തും സൂപ്പർ ഫാസ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മാനുവൽ ഡോർ ഓപ്പറേറ്റിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയർ ടയറിൻ്റെ കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ C8ൻ്റെ ടയറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു സ്പെയർ വീലിൻ്റെ പോർഷൻ വരുന്നുണ്ട്. അതതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ലഗേജ് ബോക്സ് കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്തെ പോർഷൻ എന്ന് പറയുന്നത് ബാറ്ററി ബോക്സിൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ ഫ്രണ്ടിലെ ടയറും സെയിം C8ൻ്റെ ടയർ തന്നെ. ഫ്രണ്ട് ഡോറിൻ്റെ അവിടെയും ഒരു മാനുവൽ ഡോർ കൺട്രോളിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിലുള്ള പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു അനൗൺസ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ പുറത്തുള്ളവർക്ക് വേണ്ടി കേൾക്കാവുന്ന രീതിയിലാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് സിസ്റ്റം ചെയ്തേക്കുന്നത്. അപ്പോൾ ബസ്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സൈഡിലായിട്ട് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ KSRTCയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നത് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡ്രൈവർ സീറ്റിലേക്കുള്ള സ്റ്റെപ്പുകളാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഒരു പോർഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ മിററിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2 മിററാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് ഒരു വലിയ മിററും പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അതിനേക്കാളും ചെറിയൊരു മിറർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ബസ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് തന്നെ ഡീസൽ ടാങ്ക് വരുന്നുണ്ട്. ഏറ്റവും പിന്നിലായിട്ട് ഒരു എമർജൻസി ഡോർ വരുന്നുണ്ട്. അവിടെയും ഒരു സൂപ്പർ ഫാസ്റ്റിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബസ്സിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ട് ഭാഗത്തും എമർജൻസി വിൻഡോയും വരുന്നുണ്ട്. ഫുൾ ഗ്ലാസ് സിസ്റ്റമാണ്. ബസ്സിൻ്റെ പുറകുവശത്തേക്ക് വരുമ്പോൾ സൂപ്പർ ഫാസ്റ്റിൻ്റെ ബാഡ്ജിങ്ങും സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ്ങും തന്നെയാണ് മെയിനായിട്ട് വരുന്ന ഒരു അട്രാക്ഷൻ. എൻ്റെ തൊട്ട് മുകളിലായിട്ട് അശോക് ലൈലാൻഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. സൈഡിലായിട്ട് പ്രകാശ് ബാഡ്ജിങ്ങും കാണാം. അപ്പോൾ ഇത് ബ്രേക്ക് ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ പോർഷനാണ്. അപ്പോൾ ഇത് LED ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പിന്നിലത്തെ ഗ്ലാസ്സിലായിട്ട് KSRTC ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളി ഒരു എയർ സസ്പെൻഷൻ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു യാത്രാ അനുഭവം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ഒരു ബസ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി 130 ബസ്സുകൾ കൂടി ഇവിടെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡ്രൈവർ ക്യാബിൻ. അപ്പോൾ ആദ്യം തന്നെ ഈ BA6ൻ്റെ സ്റ്റിയറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റിയറിങ്ങിലും ലൈലാൻഡിൻ്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ചുകളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു ക്യാമറ ഉണ്ട്. ഇതാണ് ഗിയർ ലിവർ. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഗിയർ ലിവറാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ പുറത്ത് കണ്ട അനൗൺസ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മൈക്കാണ് ഈ കാണുന്നത്. അത് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററിൻ്റെ ഒരു പോർഷനാണ്. ഈ കാണുന്നത് ഫ്രണ്ടിലുള്ള ഒരു LED ഡിസ്പ്ലേ ആണ്. ലെങ്തി ആയിട്ടുള്ള ഒരു LED ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഫാന് വരുന്നുണ്ട്. അതിനടുത്തായിട്ട് ഒരു എയർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട് പോർഷനിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന BS4 വേറെ BS6 വേറെ. BS6 ആകുമ്പോൾ സ്റ്റിയറിങ് മെയിനായിട്ടുള്ള സ്റ്റിയറിങ് വ്യത്യാസമുണ്ട്.
V6-ന് ചെറിയ സ്റ്റിയറിങ്, ഗിയർ ലിവർ പറ്റി ചെറുതാണ്. അതുമാത്രമല്ല ഗിയർ ഇതിന് വരുന്നത് ഇതാണ് വരുന്നത്, കേബിൾ ടൈപ്പാണ് വരുന്നത് ഗിയറിന്. അതുമാത്രമല്ല ബ്രേക്ക് ABS ആണ്. അതിന് പുറമെ ബ്രേക്ക് ഹൂക്ക് ബ്രേക്കാണ് വരുന്നത്. അതായത് മുമ്പത്തെ BS4 വരുന്നത് അടിയിൽ നിന്നാണ് കയറി വരുന്നത്. അപ്പോൾ ഇത് മേലിൽ നിന്നാണ് ഇറങ്ങിക്കുന്നത്. മെയിനായിട്ട് സ്റ്റിയറിങ് തന്നെ വ്യത്യാസം. BS4-ഉം V6-ഉമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. സ്റ്റിയറിങ് എപ്പോഴും ഇതിന് ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. കാറിൻ്റെ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ലിവറും നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. കുട്ടി ലിവറായി കൊടുക്കുന്നത് ഡ്രൈവർക്ക് ഇപ്പോൾ ആയാസം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ബ്രേക്കിൻ്റെ പെർഫോമൻസും ABS ആയതുകൊണ്ട് വലിയ സ്കിഡിങ്ങൊന്നും വരാത്ത രീതിയിലാണ് ശരിയാക്കുന്നത്. അത്യാവശ്യം സീറ്റ് V6-ൻ്റെ ഇവിടെ ഹൈറ്റ് വേണം എന്നുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ ഇതിനകത്ത് 32 ഇഞ്ചിൻ്റെ ഒരു LED TV വരുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് സ്റ്റീൽ ബോഡി കോട്ടിംഗ് ആണ്. അടുത്തായിട്ട് നമുക്ക് ബസ്സിനകത്തുള്ളൊരു വ്യൂ നോക്കാം. അപ്പോൾ ഇതാണ് ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടുള്ള ഒരു വ്യൂ. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ബസ്സാണിത്. അപ്പോൾ ഇതിലെ ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ലെങ്തി ആയിട്ടുള്ള ഒരു 6 സീറ്റാണ് വരുന്നത്. അപ്പോൾ അതിന് സീറ്റ് ബെൽറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എമർജൻസി വിൻഡോയുടെ അകത്തുള്ള പോർഷനാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഡോറിൻ്റെ ഭാഗത്തായിട്ടാണ് കണ്ടക്ടർ സീറ്റ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നിലായിട്ടൊരു ചെറിയ LED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒരു ആഷ് കളറിലാണ് ഇതിൻ്റെ ഹാൻഡിൽ സ്ട്രാപ്പ് വരുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് ഒരു എയർ വെന്റിലേഷൻ സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റുകളുടെ സൈഡിലായിട്ട് 2 USB ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ലെഗ് സ്പേസും കൊടുക്കുന്നുണ്ട്. അതുപോലെ സീറ്റ് ബെൽറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടലി 4 ക്യാമറയാണ് ഈ ഒരു ബസ്സിൻ്റെ അകത്തായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ബസ്സിൽ നിന്ന് അറിയാൻ പറ്റിയ ഡീറ്റെയിൽസ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നവർ പലരും സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ